ഉത്ഭവം മാർത്തോമാ ശ്ലീഹായും ആദിമ ക്രൈസ്തവ സമൂഹവും. ഈ എപ്പിസോഡ് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വേരുകളെക്കുറിച്ചും മാർത്തോമാ ശ്ലീഹായുടെ പ്രേഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചും ആദ്യ നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നു. ഐതിഹ്യങ്ങളും ചരിത്രവും ഇഴഞ്ഞു ചേർന്ന് കിടക്കുന്ന ഒരു കാലഘട്ടമാണിത്. ചരിത്ര പശ്ചാത്തലവും മാർത്തോമാ ശ്ലീഹായുടെ വരവും. AD 52 ഒന്നാം നൂറ്റാണ്ടിൽ മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ തുറമുഖ നഗരങ്ങളിലൊന്നായിരുന്നു. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനായി റോമക്കാരും ഗ്രീക്കുകാരും അറബികളും ഇവിടെ എത്തിയിരുന്നു. ഈ വാണിജ്യപാതകളിലൂടെയാണ് ക്രിസ്തുവർഷം 52 മാർത്തോമാ ശ്ലീഹ മാല്യങ്കഴയിൽ കപ്പലിറങ്ങിയത് എന്ന് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു. അക്കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ജൂത കുടിയേറ്റക്കാരുമായി സംവദിച്ചുകൊണ്ടാണ് തോമാ ശ്ലീഹ തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത്. ജൂതന്മാർക്കിടയിലും തദ്ദേശീയരായ ജനങ്ങൾക്കിടയിലും അദ്ദേഹം പ്രവർത്തിച്ചു. റംബാൻ പാട്ടുകൾ, വീരടിയാൻ പാട്ടുകൾ തുടങ്ങിയ പുരാതന ഗാനങ്ങളും വായ്മൊഴി പാരമ്പര്യങ്ങളും അനുസരിച്ച് തോമാ ശ്ലീഹ 32ഓളം ബ്രാഹ്മണ കുടുംബങ്ങളെ സ്നാനപ്പെടുത്തുകയും അവർക്ക് ക്രിസ്തുമതം നൽകുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പാലയൂരിലെ തളിക്ഷേത്രത്തിനടുത്തുള്ള കുളത്തിൽ വെച്ച് അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ബ്രാഹ്മണരെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു എന്ന ഐതിഹ്യം പാലയൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇന്നും ശക്തമായി നിലനിൽക്കുന്നു. സ്നാനപ്പെടുത്തിയ ശേഷം അദ്ദേഹം അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചു. ആദിമ നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ തദ്ദേശീയ സംസ്കാരവുമായി പൂർണ്ണമായും ഇഴുകിച്ചേർന്നാണ് ജീവിച്ചിരുന്നത്. ആരാധനയിൽ പൗരസ്ത്യരും സംസ്കാരത്തിൽ ഹിന്ദുക്കളും വിശ്വാസത്തിൽ ക്രിസ്ത്യാനികളും എന്നതായിരുന്നു അവരുടെ സവിശേഷത. അവരുടെ വേഷവിധാനങ്ങൾ, ആചാരങ്ങൾ, ഗൃഹനിർമ്മാണ രീതികൾ എന്നിവയെല്ലാം ഹൈന്ദവ സഹോദരങ്ങളുടേതിന് സമാനമായിരുന്നു. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ അവർ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമാണ് പിന്തുടർന്നിരുന്നത്. 7 പള്ളികൾ തോമാ ശ്ലീഹ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്ന 7 പള്ളികളും ഒരു അരപ്പള്ളിയും കേരള ക്രൈസ്തവ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലുകളാണ്. ഇവ ഓരോന്നും അന്നത്തെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലോ ബ്രാഹ്മണ അധിവാസ മേഖലകളിലോ ആയിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഈ പള്ളികളുടെ സ്ഥാനം പരിശോധിച്ചാൽ പുരാതന കേരളത്തിലെ വ്യാപാര പാതകളെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ലഭിക്കും. കൊടുങ്ങല്ലൂർ വിശ്വാസത്തിന്റെ കവാടം. ആദ്യത്തേത് കൊടുങ്ങല്ലൂർ അഥവാ മാലിയങ്കര. ഭാരതത്തിലേക്ക് ക്രിസ്തുവിശ്വാസം കടന്നുവന്ന കവാടമാണിത്. ശ്ലീഹ ആദ്യം സുവിശേഷം പ്രസംഗിച്ചതും ഇവിടെയാണ്. ചരിത്രപ്രസിദ്ധമായ മുസിരിസ് തുറമുഖത്തിനടുത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത്. പാലയൂർ തളിയക്കുളത്തെ അത്ഭുതം. അടുത്തത് തൃശൂർ ജില്ലയിലെ പാലയൂർ. ഇവിടുത്തെ തളിയക്കുളത്തിൽ വെച്ച് ബ്രാഹ്മണർ സൂര്യന് വെള്ളം മുകളിലേക്ക് തെളിച്ച് പൂജ ചെയ്യുന്നത് ശ്ലീഹ കണ്ടു. "എന്റെ ദൈവം ഈ വെള്ളം അവിടെ തന്നെ നിർത്തും" എന്ന് പറഞ്ഞ് ശ്ലീഹ വെള്ളം മുകളിലേക്ക് തെളിക്കുകയും അത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഈ അത്ഭുതം കണ്ട് നിരവധി പേർ വിശ്വാസം സ്വീകരിച്ചു. കോട്ടക്കാവ്, പറവൂർ, പാരമ്പര്യത്തിന്റെ മണ്ണ്. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടക്കാവ് പള്ളി. പെരിയാറിന്റെ തീരത്തുള്ള ഈ ദേവാലയം പുരാതനമായ ഹൈന്ദവ ക്ഷേത്രത്തിന് സമീപമാണ് സ്ഥാപിക്കപ്പെട്ടത്. മാർത്തോമാ നസ്രാണികളുടെ പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരിടമാണിത്. കോക്കമംഗലം, കായൽക്കരയിലെ സാക്ഷ്യം. ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് കോക്കമംഗലം പള്ളി. ശ്ലീഹ ഇവിടെ സ്ഥാപിച്ച കുരിശ് എതിരാളികൾ കായലിലേക്ക് എറിഞ്ഞെന്നും അത് ഒഴുകി പള്ളിപ്പുറം എന്ന സ്ഥലത്തെത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്നും ആയിരക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന സ്ഥലമാണിത്. നിരണം, കവികളുടെ നാട്. പത്തനംതിട്ട ജില്ലയിലെ നിരണം പള്ളി പഴയകാലത്തെ ഒരു പ്രധാന തുറമുഖമായിരുന്നു ഇവിടം. പ്രശസ്തരായ കണ്ണശ്ശ കവികളുടെ നാട് കൂടിയാണിത്. ഹൈന്ദവ സംസ്കാരത്തോട് ചേർന്നു നിന്ന് എന്നാൽ ക്രിസ്തുവിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഒരു സമൂഹത്തെ ഇവിടെ ശ്ലീഹ വാർത്തെടുത്തു. നിലയ്ക്കൽ, ചായൽ, മലമടക്കുകളിലെ വിശ്വാസം. ഇന്നത്തെ ശബരിമല പാതയിൽ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നിലയ്ക്കൽ അഥവാ ചായൽ ഒരു കാലത്ത് തമിഴ്നാടുമായുള്ള വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടം. പിൽക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും ഇന്ന് എല്ലാ സഭകളും ചേർന്ന് ഇതൊരു എക്യൂമെനിക്കൽ സെന്ററായി സംരക്ഷിക്കുന്നു. കൊല്ലം, കടലിനടിയിലായ ചരിത്രം. പുരാതന തുറമുഖ നഗരമായ കൊല്ലം. ശ്ലീഹ സ്ഥാപിച്ച പള്ളി കടലേറ്റത്തിൽ നശിച്ചുപോയി എന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും നൂറ്റാണ്ടുകളായി തെക്കൻ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആണിക്കല്ലായി കൊല്ലം നിലകൊള്ളുന്നു. തിരുവിതാംകോട്, അരപ്പള്ളി.
കന്യാകുമാരി ജില്ലയിലാണിത്. എന്തുകൊണ്ടാണ് ഇതിനെ അരപ്പള്ളി എന്ന് വിളിക്കുന്നത്? രാജാവിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് നിർമ്മിച്ചതുകൊണ്ടോ, റോയൽ ചർച്ച്, അല്ലെങ്കിൽ മറ്റു പള്ളികളെ അപേക്ഷിച്ച് വലിപ്പം കുറവായതുകൊണ്ടോ ആകാം ഈ പേര് വന്നത്. കരിങ്കല്ലിൽ തീർത്ത ഈ ദേവാലയം ഇന്നും പഴമയുടെ പ്രൗഢിയോടെ നിലനിൽക്കുന്നു. ചെപ്പേടുകളും സാമൂഹിക പദവിയും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കേവലം ഒരു മതവിഭാഗം എന്നതിലുപരി സാമൂഹികമായും സാമ്പത്തികമായും ഉന്നത പദവി അലങ്കരിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. ഇതിന് തെളിവാണ് രാജാക്കന്മാരിൽ നിന്ന് അവർക്ക് ലഭിച്ച ചെപ്പേടുകൾ, കോപ്പർ പ്ലേറ്റ്സ്. ക്നായ് തോമയും ചെപ്പേടുകളും AD 345. AD 345 സിറിയയിൽ നിന്ന് ക്നായ് തോമയുടെ തോമസ് ഓഫ് കേന നേതൃത്വത്തിൽ 72 കുടുംബങ്ങൾ കൊടുങ്ങല്ലൂരിലെത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കുടിയേറ്റം കേരള സഭയ്ക്ക് പുതിയ ഉണർവ് നൽകി. ചേരമാൻ പെരുമാൾ ക്നായ് തോമയ്ക്കും കൂട്ടർക്കും 72 വികളിൽപ്പെട്ട അവകാശങ്ങൾ, 72 വിദ്യകൾ നൽകിയതായി തോമസ് ഓഫ് കാന ചെപ്പേടുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിൽ രാജകീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കാനും പല്ലക്കിൽ സഞ്ചരിക്കാനും പകൽ വിളക്ക് കത്തിക്കാനും വിരിപ്പിച്ചു നടക്കാനുമുള്ള അവകാശങ്ങൾ ഉൾപ്പെട്ടിരുന്നു. തരിസാപ്പള്ളി ചെപ്പേടുകൾ 849. കൊല്ലം നഗരത്തിൽ വെച്ച് വേണാട് രാജാവായ അയ്യനടികൾ തിരുവടികൾ മാർ സപ്പോർ ഈശോ എന്ന പേർഷ്യൻ വ്യാപാരിക്ക് നൽകിയതാണ് തരിസാപ്പള്ളി ചെപ്പേടുകൾ. ഇതിൽ ക്രിസ്ത്യാനികൾക്ക് 72 വികളിൽപ്പെട്ട അവകാശങ്ങളും നികുതി പിരിക്കാനുള്ള അധികാരവും നീതിന്യായ അധികാരങ്ങളും നൽകിയിരുന്നു. 5 വണ്ണം മണിഗ്രാമം തുടങ്ങിയ വ്യാപാര സംഘങ്ങളുടെ സംരക്ഷണവും ഇവർക്ക് ലഭിച്ചിരുന്നു. സഭയുടെ ഭരണ സംവിധാനം. അർക്കദിയാക്കോൻ പോർച്ചുഗീസുകാരുടെ വരവിനു മുമ്പ് മാർത്തോമ നസ്രാണികൾക്ക് സവിശേഷമായ ഒരു ഭരണ സംവിധാനമുണ്ടായിരുന്നു. ആത്മീയ കാര്യങ്ങൾക്കായി പേർഷ്യയിലെ കിഴക്കിന്റെ സഭയിൽ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് നിന്നും മെത്രാൻമാർ വന്നിരുന്നുവെങ്കിലും സഭയുടെ ലൗകിക ഭരണവും നിയന്ത്രണവും തദ്ദേശീയനായ ഒരു പുരോഹിതനായിരുന്നു നിർവഹിച്ചിരുന്നത്. ഇദ്ദേഹത്തെ അർക്കദിയാക്കോൻ അഥവാ ജാതിക്കു കർത്തവ്യൻ എന്ന് വിളിച്ചിരുന്നു. സഭയുടെ പൊതുയോഗങ്ങൾ വിളിച്ചുകൂട്ടാനും തർക്കങ്ങൾ പരിഹരിക്കാനും രാജാക്കന്മാരുമായി ആശയവിനിമയം നടത്താനും അധികാരം അർക്കദിയാക്കോനായിരുന്നു. പകലോമറ്റം തറവാട്ടിൽ നിന്നുള്ളവരായിരുന്നു പരമ്പരാഗതമായി ഈ സ്ഥാനം വഹിച്ചിരുന്നത്. വിദേശ മെത്രാന്മാർക്ക് ആരാധനാക്രമപരമായ കാര്യങ്ങളിൽ മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ. ഭരണപരമായ കാര്യങ്ങളിൽ അർക്കദിയാക്കോനായിരുന്നു പരമാധികാരി. ഈ സംവിധാനം മാർത്തോമാ ശ്ലീഹായുടെ നിയമം, ലോ ഓഫ് തോമസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അങ്ങനെ മാർത്തോമാ ശ്ലീഹ കൊളുത്തിയ ആ ദീപം നൂറ്റാണ്ടുകളോളം ഈ മണ്ണിൽ അണയാതെ നിന്നു. ആരാധനയിൽ സുറിയാനിയും സംസ്കാരത്തിൽ ഭാരതീയരും വിശ്വാസത്തിൽ ക്രൈസ്തവരുമായി അവർ ഇവിടെ ജീവിച്ചു. രാജാക്കന്മാർ നൽകിയ ചെപ്പേടുകളും അർക്കദിയാക്കോൻ എന്ന ജാതിക്ക് തലവന്റെ ഭരണവും അവരെ സമൂഹത്തിലെ ഉന്നതരാക്കി മാറ്റി. ഒരേ സമയം ഹൈന്ദവ സഹോദരങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴും പേർഷ്യൻ സഭയുമായുള്ള ബന്ധം അവർ കാത്തുസൂക്ഷിച്ചു. ശാന്തമായിരുന്നു ആ കാലഘട്ടം. ഒഴുക്കുള്ള പുഴ പോലെ തെളിഞ്ഞ വിശ്വാസ ജീവിതം. പക്ഷേ അറബിക്കടലിന്റെ ചക്രവാളങ്ങളിൽ പുതിയൊരു കൊടിമരം പ്രത്യക്ഷപ്പെടാൻ പോവുകയായിരുന്നു. ഒരു വ്യാപാരിയുടെ വേഷത്തിലെത്തിയ ആ കപ്പൽ ഈ നാടിന്റെയും സഭയുടെയും ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോവുകയായിരുന്നു. അടുത്ത എപ്പിസോഡിൽ നാം കാണാൻ പോകുന്നത് 1498 വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങുന്നു. സ്നേഹത്തോടെ സ്വീകരിച്ച നസ്രാണികൾക്ക് ലഭിച്ചത് ചതിയുടെ കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു. വിശ്വാസത്തിന്റെ പേരിൽ നടന്ന അധിനിവേശം, ചരിത്രത്തെ കരിച്ചുകളഞ്ഞ ഉദയംപേരൂർ സൂനഹദോസ്, മാർത്തോമ നസ്രാണികളുടെ സ്വത്വത്തിന് മേൽ വീണ കരിനിഴൽ. കാണുക സിസിലിയ മീഡിയ ഹൗസ് യൂട്യൂബ് ചാനലിൽ സീറോ മലബാർ സഭാ ചരിത്രം എപ്പിസോഡ് 2 അധിനിവേശത്തിന്റെ നാളുകൾ.